ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഖത്തർ പൂരം കാണാൻ പോവാണ്. കാണില്ല ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഖത്തർ പൂരം കാണാൻ പോകുന്നത്. 2 മണിക്കാണ് അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് 2 o'clock കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് 3 മണിയായിട്ടാണ്. അവിടെ 2 മണിക്ക് അവിടെ ഇനോഗ്രേഷൻ അങ്ങനത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു 4 o'clock ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇന്ന് അത്യാവശ്യത്തിന് ക്ലൈമറ്റ് ഒന്നും കുഴപ്പമില്ല കേട്ടോ, കാറ്റും തണുപ്പൊന്നും അധികം ഇല്ല. അതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോയിട്ട് വരാം. ഖത്തർ പൂരം കാണണം. അത് കൂടാതെ തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്ലാനിങ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് അൻസാൽ ഗാലറി ഉള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ കയറി ജസ്റ്റ് അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ ഐറ്റംസൊക്കെ ഒന്ന് നോക്കാം. റമദാൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറി അവിടുത്തെ ഐറ്റംസൊക്കെ ഒന്ന് നോക്കി നടക്കുകയായിരുന്നു. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. എന്താ പറയുക, ഇലക്ട്രോണിക് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ്, ഗാർമെൻറ്റ്സ്, ഡെക്കറേഷൻ ഐറ്റംസ്, ലൈറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ പുറത്ത് പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ നിന്ന് തന്നെ എല്ലാം വാങ്ങാം. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഖത്തർ പൂരത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ എന്തൊരു ക്യൂ, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു. ഒടുക്കത്തെ ക്യൂ, ഇവിടുന്ന് അവിടം വരെ അത്രയും ക്യൂവിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത്. ക്യൂ ഒക്കെ നേരത്തെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇത്രയും ആൾക്കൂട്ടുണ്ടായിരുന്നു, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല വൈബായിരുന്നു അവിടെ പോയപ്പോൾ. ആ സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോകാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇത് ആന കണ്ടോ നിൽക്കുന്നത്? ഈ ആന ഒറിജിനൽ കേട്ടോ, ഉണ്ടാക്കി വെച്ചേക്കുന്ന ആനയാണ്. ഒരാന ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ നിന്ന് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റേജിൻ്റെ ആ അറ്റത്തേക്ക് എത്താനായിട്ട് തിങ്ങിത്തിരങ്ങി ആ വഴിക്കൊക്കെ പോയി കുറച്ച് പ്രോഗ്രാംസൊക്കെ കണ്ടു. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഡാൻസ് പ്രോഗ്രാംസ് ആയിരുന്നു ഞങ്ങളവിടെ വന്നപ്പോൾ. കൊട്ടായിരുന്നു ഉണ്ടായിരുന്നത്, മേള ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഉത്സവവും പൂരം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ പ്രവാസികൾക്ക് അതൊക്കെ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഇപ്പോൾ ഖത്തറിലെ പ്രവാസികൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ കുറച്ച് ആശ്വാസമായി ഉണ്ടാവും. അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു 10,000-കണക്കിന് ആൾക്കാർ എന്തായാലും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല. ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നല്ല റഷ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അധികം തിക്കും തിരക്കും വിളിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും, എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നുണ്ട് പരിപാടിയൊക്കെ. അവിടുത്തെ സ്കൂളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു ഒരു സ്റ്റേജ് കാര്യങ്ങളൊക്കെ കെട്ടി ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നാട്ടിൽ ആ ഒരു പൂരം വൈബൊക്കെ കിട്ടാനായിട്ട് അവർ കുറേ സ്റ്റോളുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് സ്റ്റോളും പിന്നെ ഈ പൊരി ഐറ്റംസ്, ചാട്ട് ഐറ്റംസ്, പിന്നെ ബലൂൺസ് വിൽക്കൽ, ഐസ് റൂട്ട്, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അതേ ആ ഒരു വൈബ് കിട്ടാനായിട്ട് അങ്ങനത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നാട്ടിൽ ഉത്സവത്തിനും പൂരത്തിനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഐറ്റംസ് വിൽക്കുന്ന ആ പരിപാടിയൊക്കെ അവിടെ കണ്ടു കേട്ടോ. അതൊക്കെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നി. അതിൻ്റെ അടുത്ത് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനത്തെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗെയിം കളിച്ചിട്ട് സാധനങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് കൊടുക്കൽ, ആ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ ആൾക്കാർ വരുന്നതിട്ട് മുമ്പേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടിക്കും കാര്യത്തിനൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയ. എന്തായാലും പോയത് നല്ല കാര്യമായി. ഇങ്ങനെ ഒരുപാട് ആൾക്കൂട്ടവും കാര്യത്തിനൊക്കെ കാണാൻ പറ്റില്ല. കൂടുതലും മലയാളീസാട്ടോ, കൂടുതലും മലയാളി കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ തിരിച്ചു. ഭയങ്കര ടയേർഡായി റൂമിലെത്തുമ്പോൾ തന്നെ.